നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നമ്മൾ ഇന്ന് പോകുന്നത് ജമാ മസ്ജിദിലാണ് കേട്ടോ. ഡൽഹിയിലെ ഫേമസ് ആയിട്ടുള്ള ഒരു പള്ളിയാണ് ജമാ മസ്ജിദ്. അപ്പം നമ്മൾ അവിടേക്കാണ് പോകുന്നത്. അപ്പം ഞങ്ങൾ ഇന്ന് പോയിട്ടുണ്ടായിരുന്നത് മെട്രോയിലാണ് കേട്ടോ. ഡൽഹി ആയതുകൊണ്ട് തന്നെ നമുക്ക് മെട്രോ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ നമുക്ക് എവിടെ വേണേലും ചെന്നെത്താം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ജമാ മസ്ജിദിൻ്റെ ഫ്രണ്ടിൽ തന്നെയുള്ള മെട്രോ സ്റ്റേഷനാണ് ജമാ മസ്ജിദ് മെട്രോ സ്റ്റേഷൻ കേട്ടോ. അപ്പോൾ അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ജമാ മസ്ജിദിൻ്റെ ഉള്ളിലേക്ക് പോകാനുള്ള വഴിയിലെത്തും. അവിടുന്ന് ആ ജമാ മസ്ജിദിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉള്ളതാണ് ഈ വലിയൊരു മാർക്കറ്റ്. ഇവിടെ നിന്ന് ഇങ്ങനെ മാർക്കറ്റിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് നേരെ ജമാ മസ്ജിദിലേക്ക് കയറി പോവാം കേട്ടോ. ഇവിടെ നല്ല അഫോർഡബിൾ റേറ്റിൽ നമുക്ക് ഒരുപാട് സാധനങ്ങൾ കിട്ടും കേട്ടോ. ഡ്രസ്സാണെങ്കിലും ചെരുപ്പാണെങ്കിലും എന്തൊക്കെ വേണം അതൊക്കെ കിട്ടും. അതേപോലെ തന്നെ ഇതിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ചോർ ബസാറില്ലേ, അതും ഉണ്ട് കേട്ടോ. ചോർ ബസാർ പിന്നെ സൺഡേ ആണ്. ഒരു 5 മണിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അതേപോലെ നല്ല അഫോർഡബിൾ റേറ്റിലൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റും. അപ്പം നമ്മൾ അവിടുത്തെ മാർക്കറ്റൊക്കെ കഴിഞ്ഞ് ചുമ്മാ അവിടെ കറങ്ങിയിട്ടുള്ളൂ, പോണ പോക്കിൽ വാങ്ങാമെന്നുള്ളതുകൊണ്ട് ഒന്നും വാങ്ങാണ്ട് ഇങ്ങനെ കയറി ഇതാ നമ്മുടെ ജമാ മസ്ജിദിൻ്റെ അകത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ജമാ മസ്ജിദ്. ഇവിടെ നമുക്ക് ഇന്ന ജാതിക്കാർക്ക് മതക്കാർക്ക് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ആർക്ക് വേണമെങ്കിലും കയറാൻ പറ്റും. പിന്നെ നിസ്കരിക്കുന്ന അവിടേക്ക് നമുക്ക് അലൗഡ് അല്ല കയറാൻ എന്നുള്ളൂ. അടിപൊളി സ്ഥലമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ജമാ മസ്ജിദ്. പള്ളിയിലേക്ക് കയറുന്നതിന് മുമ്പേ ചെരുപ്പൊക്കെ പുറത്ത് അയച്ചു വെക്കണം കേട്ടോ. അവിടെ അവർ 10 രൂപയോ 5 രൂപയോ അങ്ങനെ എന്തോ റേറ്റിൽ നമ്മൾ അവിടെ ചെരുപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ അവരത് സൂക്ഷിച്ചു വെച്ചോളും. ഇല്ലെങ്കിൽ അത് മോഷണം പോകും കേട്ടോ. അത്രയും നല്ല സ്ഥലമാണ്. കാരണം അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ചോർ ബസാറില്ല. ഭയങ്കരമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മുടെ ഫോണാണേലും ബാഗാണെങ്കിലും ഒക്കെ ശ്രദ്ധിക്കണം. എപ്പോഴാണ് മോഷണം പോകുകയെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് മസ്ജിദിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിയാം. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ മസ്ജിദിൽ ഒന്നാണ് കേട്ടോ ഈ ജമാ മസ്ജിദ് എന്ന് പറയുന്നത്. മുഗൾ പ്രതാപകാലത്തെ ഷാജഹാൻ ചക്രവർത്തി പണി കഴിപ്പിച്ച ഒരു ദേവാലയമാണ് കേട്ടോ ഈ ജമാ മസ്ജിദ്. അതേപോലെ തന്നെ 1650 മുതലുള്ള 6 വർഷമാണ് കേട്ടോ നമ്മുടെ ഈ മസ്ജിദ് പണിയാൻ എടുത്തിട്ടുള്ള കാലാവധി എന്ന് പറയുന്നത്. ഏകദേശം 25,000 പേർക്ക് ഒരുമിച്ച് നിസ്കരിക്കാൻ പറ്റുന്ന വലിയൊരു മസ്ജിദാണ് കേട്ടോ ഇത്. ഞങ്ങൾ പണ്ട് പോയിരുന്ന സമയത്തൊക്കെ നമ്മളെ ഈ ഫീമെയിൽസിനൊക്കെ ആ പള്ളീൻ്റെ അകത്ത് കയറാനുള്ള ഒരിതുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇപ്രാവശ്യം പോയ സമയത്ത് അവിടേക്ക് അങ്ങനെ ആരും കയറുന്നതൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതെന്താണെന്ന് അറിയില്ല. ഇനിയിപ്പം ആ സമയത്ത് കയറാത്തതാണോ എന്നും അറിയില്ല കേട്ടോ. ജമാ മസ്ജിദിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇതേപോലെ ചെറിയൊരു കുളം ഉണ്ട് കേട്ടോ. ഈ കുളം എന്തിനാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിസ്കരിക്കാൻ പോകുന്നതിന് മുമ്പേ ദേഹശുദ്ധി വരുത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് ജമാ മസ്ജിദിലാണ്. അപ്പം നമ്മൾ ഇവിടെയുള്ള ടവറിൻ്റെ മേലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു കുഞ്ഞി വഴിയാണ്, അതിലെ കൂടെയാണ് നമ്മൾ പോകുന്നത്. അവിടെ എത്തിയിട്ട് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ടവറിൻ്റെ മേലെ എത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ ഒന്നും കാണാനൊന്നുമില്ല. പക്ഷേ നമുക്ക് ഇവിടെ നിന്ന് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ മസ്ജിദ് കാണാം. അതേപോലെ 3 സ്ഥലത്തായിട്ട് കവാടമുണ്ട്. അതൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റും കേട്ടോ. 100 റുപ്പീസാണ്. വേർത്താണോ എന്ന് ചോദിച്ചാൽ പറയാനില്ല. പക്ഷെ ഇവിടെ നിന്ന് നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. അപ്പം നമുക്കിനി അങ്ങോട്ടേക്കൊന്ന് പോയി. ജമാ മസ്ജിദിൻ്റെ താഴെയുള്ള ഭാഗങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ടവർ കാണാനാണ് കേട്ടോ. ടവർ കാണാനായിട്ട് 100 രൂപയാണ് 2 പേർക്കും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ചെന്ന സമയത്ത് ഇവിടെയാണ് കേട്ടോ കയറി ചെന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ വിചാരിച്ച് ഇതാണ് ഇനി ടവർ. അപ്പം വന്നതിന് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ അങ്ങനെ ചുമ്മാ അങ്ങനെ നടന്നപ്പോഴാണ് ഇതേപോലത്തെ ഒരു വഴി കണ്ടിട്ടുണ്ടായിരുന്നത്. ഇനി കയറാൻ പോകുന്നതാണ് യഥാർത്ഥത്തിൽ ടവറിൻ്റെ മേലെ എത്തുന്നത്. ഹായ്, അപ്പം ഞങ്ങളിപ്പോൾ ഉള്ളത് ടവർ കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. ഒരുമാതിരി സ്റ്റെപ്പാണ്, കുഞ്ഞു സ്റ്റെപ്പാണ്. ഭയങ്കര പാടാണ്. ഇനി എത്ര ദൂരമായിട്ട് കയറാനൊന്നും അറിയില്ല. മേലെത്തിയിട്ട് കാണാം കേട്ടോ. സംഭവം പൊളിയാണേ. ഇതേപോലത്തെ വട്ടം കറങ്ങി കയറുന്ന സ്റ്റെപ്പാണ് കേട്ടോ. കുത്തബ് മിനാർ പോലത്തെ ആ ഒരു തൂണ് പോലത്തെ ഇല്ലേ,
ആ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ കയറി പോകുന്നത്. അതുകൊണ്ട് തന്നെ കുഞ്ഞി വഴിയാണ്, ഭയങ്കര സ്റ്റെപ്പുണ്ട്. കുറച്ച് കയറിയപ്പോഴത്തേക്കും ഭയങ്കര ക്ഷീണമായിട്ടോ. അപ്പോൾ കാലുവേദന ഉള്ളവരും പ്രായമായവർക്കൊന്നും എന്തായാലും കയറാൻ പറ്റില്ല, അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ് സ്ഥലം. ചെറിയ വഴിയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ടവറിൻ്റെ ഏറ്റവും മേലെ പോയിട്ടുള്ള വ്യൂ എന്ന് പറയുന്നത്. നല്ല രസമുണ്ട് കാണാൻ. നമുക്ക് ഒരുവിധം ലാൽ കില ആ ഒരു ഏരിയ മൊത്തം നമുക്ക് ഇവിടെ നിന്നിട്ട് കാണാൻ പറ്റും കേട്ടോ. ഇത്തിരിയേ ഉള്ളൂ, ഒരു 5-6 പേര് അവിടെ നിന്നാൽ തന്നെ നമുക്ക് നിൽക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് വേഗം പോവുക, കാണുക, തിരിച്ച് വരിക, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.